ഹായ്, ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുവത്തേരിയിലാണ് കേട്ടോ. നമ്മളുടെ AAC ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് പണിതിട്ടുള്ള 2 വീടുകൾ, തൊട്ടടുത്തുള്ള 2 വീടുകൾ, അത് ചേട്ടൻ്റെയും അനിയൻ്റെയും വീടുകളാണ്. പുതിയ വീടല്ല, പഴയ വീടിൻ്റെ മുകളിലേക്ക് അവർ 4 ഇഞ്ച് ബ്ലോക്ക് കൊണ്ടാണ് അവർ പണിതിട്ടുള്ളത്. ആ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതാണ് കേട്ടോ, അതാണ് 2 വീടുകൾ കണ്ടില്ലേ. ഈ 2 വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒന്നാമത്തെ വീടിന്റെ മുകളിലത്തെ നിലയിൽ, അതായത് AAC ബ്ലോക്ക് കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള നിലയിലാണ് ഞാനിപ്പോ നിക്കണേ. അപ്പൊ ഇത് താഴത്തുള്ള, അതായത് ഗ്രൗണ്ട് ഫ്ലോർ, ആ വീട് പഴയ വീട് 20 വർഷത്തോളം പഴക്കമുള്ളതാണ്. അപ്പൊ അതില് നമ്മൾ AAC ബ്ലോക്ക് കൊണ്ട് പണിയുന്നതിന്റെ ഒരു ഗുണങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യത്തെ ഗുണം എന്ന് വെച്ചാൽ പഴയ വീടല്ലേ താഴുള്ളത്. അപ്പൊ മുകളിൽ വരുന്ന ആ ഒരു നിലയുടെയും കൂടെ ഭാരം താങ്ങാനുള്ള ഒരു സ്ട്രെങ്ത് വേണമല്ലോ താഴുള്ളത്. അപ്പൊ അത്രയും പഴക്കമുള്ളത് കൊണ്ട് എത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും ബിൽഡിങ്ങിന് നല്ലതാണ്. അപ്പൊ അതാണ് ഏറ്റവും മെയിൻ കാര്യം. AAC ബ്ലോക്സ് കൊണ്ട് പണിയുമ്പോഴത്തെ മെയിൻ കാര്യം വരുന്നത് അതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ചൂട് കുറവായിരിക്കും. പിന്നെ ഇതിന് തേപ്പൊന്നും വേണ്ട, അതായത് ഡയറക്റ്റ് നമുക്ക് പുട്ടിയിട്ട് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. അല്ലാതെ നമ്മൾ ആദ്യം കട്ട പണി കഴിഞ്ഞ് പിന്നെ ഒരു തേച്ച് മിനുക്കിയിട്ട് പിന്നെ പുട്ടിയിട്ട് പെയിന്റ് ചെയ്ത് അങ്ങനെ പല പല സ്റ്റെപ്സ് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞതൊക്കെ AAC ബ്ലോക്സിൽ മുകളിലത്തെ നില എടുക്കുമ്പോൾ നമുക്ക് കിട്ടണ ഗുണങ്ങളാണ്. അപ്പൊ ഈ വീട് 800 സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം വന്നിട്ടുള്ളത്. ഇവർക്ക് 4.5 ലക്ഷം രൂപയാണ് ഇത് ഫുൾ ഫിനിഷ് ചെയ്ത് വരാനായിട്ട്, അതായത് സീലിംഗ് അടക്കം എല്ലാവർക്കും ഫിനിഷ് ചെയ്ത് വരാൻ 4.5 ലക്ഷം രൂപയാണ് ഇവർക്ക് ചെലവായിട്ടുള്ളത്. ഇത് നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ഇത് അവരുടെ അനിയന്റെ വീടാണ്. അപ്പൊ അവരുടെ ബാൽക്കണി ഉണ്ടോ അവിടെയാ. ഇവർക്ക് ഇങ്ങനെ നല്ല വീട്ടില് വർത്താനൊക്കെ പറയണമെങ്കിൽ അവർ ഈ മുകളിൽ വന്നിരുന്ന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വർത്താനം പറയാം. അങ്ങനെ നല്ല രസമുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ. പിന്നെ ഈ വീട്ടിലൊരു പ്രത്യേകത പറയാനുള്ളത്, സാധാരണ ഇങ്ങനത്തെ ഒക്കെ കൺസ്ട്രക്ഷൻസിന് എല്ലാവരും 6 ഇഞ്ച് ബ്ലോക്കാണ് കൊണ്ടുപോകാറ്. അതായത് 2 അടി നീളം, 8 ഇഞ്ച് ഉയരം, 6 ഇഞ്ച് കനം, ആ സൈസിലുള്ള ബ്ലോക്കുകളാണ് എല്ലാവരും കൊണ്ടുപോകാറ്. പക്ഷെ ഇവര് 4 ഇഞ്ചിന്റെ ബ്ലോക്ക് മതി. അവരെന്നെ നമ്മൾ കൂടുതൽ അങ്ങനെയാണ് സജസ്റ്റ് ചെയ്യാറ്. വേറെ ഒന്നുമില്ല, നമുക്ക് കൺസീൽഡ് ആയിട്ട് പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ വരണതല്ല, അതുകൊണ്ട്. പക്ഷെ ഇവര് 4 ഇഞ്ചസ് കൊണ്ടാണ് ഇത് മൊത്തം പണിതിട്ടുള്ളത്, ഈ വീട് മൊത്തം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കട്ടയ്ക്ക് 8 കിലോ ഭാരം വരുന്നുള്ളൂ. അതിന്റെ അളവുകൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 അടി നീളം, 8 ഇഞ്ച് ഉയരം, 4 ഇഞ്ച് കനം, ഇത്രയും വലിപ്പമുള്ള കട്ടയ്ക്ക് 8 കിലോ ഭാരമാണ് ആകെ വരുന്നുള്ളൂ. അതിപ്പോ നമ്മളൊരു കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ സിമെന്റ് ബ്ലോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി നീളമുള്ളത്, പകുതി വലിപ്പമുള്ളതിന് ഒരു 24-25 കിലോളം അതിന്റെ ഭാരം വരും. അപ്പോ അത്രയും നമുക്ക് മൊത്തം ബിൽഡിങ്ങിന്റെ ഒരു 4/1 നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. 4 ഇഞ്ച് കൊണ്ടാണ് ഈ വീട് മുകളിലത്തെ നില പണിതിട്ടുള്ളത്. പിന്നെ ഇപ്പൊ പറയാനാണെങ്കിൽ AAC ബ്ലോക്കിൽ ഇപ്പൊ അത് ഉള്ളിലേക്ക് പോയി, അപ്പൊ ഞാൻ പറയാനേ പറ്റും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് ചൂടിന്റെ കാര്യമാണ്. AAC ബ്ലോക്ക് തെർമൽ ഇൻസുലേഷൻ എന്നുള്ളത് അതിന്റെ ഒരു ഏറ്റവും മികച്ച ഒരു ഗുണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്രയും ചൂട് കുറവാണ്. ഇതിന്റെ മുകളിൽ ഷീറ്റ് ആണെങ്കിൽ പോലും അത്രയും ചൂട് കുറവാണ് ഇതിന്റെ ഉള്ളില്. ഓക്കെ, പിന്നെ ഷീറ്റ് ഞാൻ 4.5 ലക്ഷം മുന്നേ പറഞ്ഞത്, ഷീറ്റ് ഒക്കെ ഓൾറെഡി ഒരു മുകളിൽ ഡ്രസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. 4.5 ലക്ഷം രൂപ അതല്ലാത്ത ബാക്കിയുള്ള ഫിനിഷിങ് കാര്യങ്ങൾക്കാണ്. എന്നാ വീടിന്റെ ആഘോഷം കാണാം. ഇതാണ് 800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീടിന്റെ ഉൾവശം. ഇതിൽ വലിയൊരു ഹാളും 2 ബെഡ്റൂംസും ആണ് ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റെയർകേസ് വരുന്നുണ്ട്. അത് പണ്ടത്തെ വീടിന്റെ താഴേന്ന് അവര് അതിന്റെ റൂഫ് പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് വാർത്തെടുത്തിട്ടുള്ള ഒരു കോണിയാണ്. താഴത്തെ വീടിന്റെ ആ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതിന്റെ വരണത്. അവിടെ നിന്ന് കയറിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ അതും ഈ ഒരു ഞാൻ പറഞ്ഞ എക്സ്പെൻസിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇവിടെ ബെഡ്റൂം, സീലിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ കാണാം, അവർ ഡ്രസ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഭാഗം കാണാം. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഞാൻ അടുത്ത റൂം നോക്കാം.
മുറി, ഒരു ഹാള്. അപ്പൊ ഈ വീട് കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത വീടിന്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വീട് കേട്ടോ. ഞാൻ നേരത്തെ നിന്ന സ്ഥലം അതാണ് കണ്ടോ, ഇത്ര അടുത്താണ് ആ രണ്ട് വീടുകൾ. അപ്പോ ഈ വീട് നേരത്തെ പറഞ്ഞ അവരുടെ പോലെ ഏകദേശം അതേ വലിപ്പം തന്നെ. ഇതിലൊരു 200 സ്ക്വയർ ഫീറ്റ് ആണ് ഏകദേശം വന്നിട്ടുള്ളത്. ഇതിലും ഈ പറഞ്ഞ പോലെ 2 ബെഡ്റൂമും ഒരു ഹാളും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോ ഇത് അവരുടെ ഒരു ബാൽക്കണി സെറ്റപ്പ് ആണ്. അപ്പോ നമുക്ക് കാണാം വീട്. നേരത്തെ പറഞ്ഞ പോലെ 4 ലക്ഷം 4.5 ഉള്ളിലായിട്ടാണ് അവർക്ക് മൊത്തം ചെലവ് വന്നിട്ടുള്ളത്. ഇതും 4 ഇഞ്ച് കൊണ്ടാണ്, റെനാക്കോണിന്റെ 4 ഇഞ്ച് AAC ബ്ലോക്സ് കൊണ്ടാണ് കേട്ടോ പണിതിട്ടുള്ളത്. അവരുടെ ഡോറൊക്കെ സെയിം തന്നെയാണ്, ഇതേപോലത്തെ തന്നെ ഡോർസ് തന്നെ അവരും അവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനൊരു ഹാള്, ഇത് ഒന്നാമത്തെ മുറി, ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു മുറി, ഒരു ബാത്റൂം ഉണ്ട് ഈ മുറിയില്. പിന്നെ ഇനി അടുത്ത റൂം നോക്കാം. ഇത് രണ്ടാമത്തെ മുറി, കുറച്ചും കൂടി വലിപ്പമുള്ളൊരു മുറി, ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ ഈ വീടിന്റെ വിശേഷം പറയുകയാണെങ്കിൽ നേരത്തെ പോലെ ചൂട് വളരെ കുറവാട്ടോ. അപ്പൊ നമ്മള് ഇതിപ്പോ നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യണേ. നല്ല ചൂട് കുറവാണ്, നല്ല തണുപ്പാണ് ഇതിന്റെ ഉള്ളില്. അതൊരു കാര്യം പറയാനുള്ളതാണ്. പിന്നെ ഇപ്പൊ മറ്റേ വീടിന്റെ പോലെ തന്നെ ഇവരും ഈ റൂഫ് ഈ ഭാഗം മുറിച്ചിട്ട് ഉള്ളിൽ കൂടിയാണ് കോണി എടുത്തിട്ടുള്ളത്. ഇതൊക്കെ അടക്കാണ് ഞാൻ പറഞ്ഞ 4.5 ലക്ഷം. മറ്റേ വീടിന്റെ അത്രയ്ക്ക് അതിനേക്കാൾ ഒരു സ്വല്പം ചെലവ് കുറവാണ് ഈ വീട് ചെയ്തപ്പോ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ട്രസ് വന്നിട്ടുള്ളത് 10 അടി ഉയരത്തിലാണ്. അത് കൂച്ചനായിട്ടാണ് ട്രസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് വന്നപ്പോ ഈ സൈഡിലൊക്കെ 8 അടിയാണ് ഉയരം വന്നിട്ടുള്ളത് കേട്ടോ. വീടിന്റെ കട്ട കെട്ടുന്ന ഉയരം 8 അടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം 4 ഇഞ്ച് കൊണ്ടാണ് ഇത് പണിതിട്ടുള്ളതെന്നാണ്. അത് ഈ വീട് അത്രയും പഴക്കമുള്ളതുകൊണ്ട്, 20-25 കൊല്ലമൊക്കെ പഴക്കമുള്ളത് കൊണ്ട് അവർക്ക് അത്രയും വീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ 4 ഇഞ്ച് ചെയ്തതാണ്. നമ്മൾ കൂടുതലായിട്ട് ആൾക്കാരോട് വേറെ ഒന്നുമല്ല, നമുക്ക് കൺസീൽഡ് ആയിട്ട് എല്ലാം ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം കഴിയുമ്പോൾ പിന്നെയും ഒരു 2 ഇഞ്ചൊക്കെയാണ് കട്ട് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതലും 6 ഇഞ്ചാണ് സജസ്റ്റ് ചെയ്യാറെങ്കിൽ ഇവരുടെ വീടിന്റെ പഴക്കം വെച്ച് നോക്കുമ്പോൾ 4 ഇഞ്ച് അവർ ആ രീതിയിൽ അത് സെലക്ട് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോ ഇന്നത്തെ ഈ 2 വീടുകളുടെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഒരു വെറൈറ്റി ആയിരുന്നില്ലേ? 2 അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ AAC ബ്ലോക്ക് കൊണ്ട് ഒരേ സമയത്ത് പണിത് അവരിപ്പോ താമസിക്കുന്നു. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് AAC ബ്ലോക്ക് കൊണ്ട് പണിതുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് തൃശ്ശൂർ ജില്ലയിലെ AAC ബ്ലോക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ബോസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.